സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് സ്വാഗതം. കമലാദാസിൻ്റെ അനുയാത്ര, അദ്ധ്യായം 5. ഹിൽ റോഡ്. വളഞ്ഞു തിരിഞ്ഞ് കയറ്റം കയറിപ്പോകുന്ന വണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് എമിലി നോക്കി. ഹെയർപിൻ റോഡുകൾ, ഒരു വശത്ത് വൻമല. തല ആകുന്നത്ര വെളിയിലേക്കിട്ട് നോക്കി. ഒരു രക്ഷയുമില്ല. മുകൾ ഭാഗം കാണാനാവുന്നില്ല. ഒരു വശം താഴ്വാരം, കൊക്ക. മല ആരംഭിക്കുന്നിടത്ത് നിന്ന് വളവുകളും തിരിവുകളും കടന്ന് വണ്ടി എത്രയോ ഉയരത്തിലെത്തിയോ അത്രയും തന്നെ താഴ്ചയുണ്ട്. മരങ്ങൾ വെറും കുറ്റിച്ചെടികൾക്കു സമം. അതും കാഴ്ചപ്പാടിൽ ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ. മഞ്ഞിൻ്റെ മൂടലാണ് താഴ്വാരത്തും മലയുടെ മുകളിലും. വളഞ്ഞു തിരിഞ്ഞു വരുമ്പോൾ കാണാം അടുത്തുള്ള ഈ വൻമലയേക്കാൾ വലിയ മലകൾ. കണ്ടിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളിലെ അടുത്തടുത്ത കുന്നുകൾ പോലെ. അകലെ മൂടൽ മഞ്ഞണിഞ്ഞ മലകൾ, നീറിപ്പുകയുന്ന പുകച്ചുരുളുകൾ പോലെ മഞ്ഞുപാളികൾ മുകളിലേക്ക്. കയറ്റം കയറും തോറും ബസ്സിനൊപ്പം ഉയർന്നുയർന്നും പകലവനും എത്തി. മഞ്ഞുപാളികൾ അടർന്നു വീഴുന്നു. മലയിലെ പച്ചപ്പിന് തിളക്കം കൈവന്നു. മരത്തലപ്പുകൾക്കുത്സാഹം, ഉണർവ്. ഹായ്! എമിലി ആകെ ഉണരുകയായിരുന്നു. അവളുടെ നെഞ്ചിളം ആഹ്ലാദം കൊണ്ട് തിങ്ങി. എത്രയോ മുമ്പേ ഇവിടേക്ക് വരേണ്ടതായിരുന്നു. ഇവിടെയും പച്ചനിറം, പച്ചത്തലപ്പുകൾക്ക് തിളക്കം, ഹരിതവർണം. അവയ്ക്കിടയിൽ പേരറിയാത്ത മരങ്ങൾക്ക് വിവിധ വർണ്ണങ്ങളിൽ ഇലച്ചില്ലുകൾ. ഒരു ചിത്രകാരൻ്റെ നിറക്കൂട്ടുകൾ പോലെ. വീട്ടിൽ ചെന്നാലുടൻ ഒരു പേപ്പറിൽ ഒതുക്കണം ഈ വർണ്ണങ്ങൾ. വീടുകൾ അങ്ങിങ്ങേയുള്ളൂ. ഹൈറേഞ്ച് തുടങ്ങിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു എന്നവൾ ഓർത്തു. പിന്നെയില്ല. ഇടയ്ക്കിടെ കാണാം. ചില വളവിങ്കൽ ചെറിയ ചായക്കടകളോ ചാരായ ഷാപ്പോ ഉണ്ടാകാം. അവിടെ പരിസരത്ത് 4-5 വീടുകളും കാണാം. വീടെന്ന് പറഞ്ഞാൽ പുല്ലുകൾ മേഞ്ഞവ. കഷ്ടിച്ച് ചിലത് ആസ്ബറ്റോ ഷീറ്റിട്ടിട്ടുണ്ട്. ചെറിയ നഴ്സിംഗ് ഹോം കണ്ടതായി ഓർക്കുന്നു. 1-2 ഫാക്ടറികൾ. അതിനോടടുപ്പിച്ച് വീടുകളുണ്ട്. ഒരു PWD ഓഫീസ്, ഒരു ഇലക്ട്രിസിറ്റി ഓഫീസ്, ഒപ്പം ക്വാർട്ടേഴ്സുകളുടെ തിരക്കും. മലമുകളിൽ നിന്നും മലമുകളിലേക്ക് വലിയ ടവറുകൾ കൂടി ഇലക്ട്രിക് ലൈൻ വലിച്ചിരിക്കുന്നു. എത്രയോ ആളുകളുടെ എത്ര നാളത്തെ പരിശ്രമം. ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം? മലയുടെ ഉച്ചിയിലെത്തണോ? അതോ പകുതിക്കോ? ഉച്ചിയിലെത്തിയാൽ അവിടെ നിന്നൊന്ന് കൈനീട്ടണം മുകളിലേക്ക്, സൂര്യനെ തൊടാൻ. എമിലി ചിരിച്ചുപോയി. സൂര്യനെ തൊടുക? പൊള്ളിപ്പോയില്ലേ? കൈ പെട്ടെന്ന് പിൻവലിച്ചാൽ പോരെ? അതോർത്തപ്പോൾ വീണ്ടും ചിരിയായി. ചിരി അടങ്ങും മുമ്പേ കേട്ടു കണ്ടക്ടറുടെ സ്വരം. ഹിൽ വാലി എസ്റ്റേറ്റ്. ആളിറങ്ങുന്നുണ്ടല്ലോ. കേട്ടതോടെ പിടച്ചിലോടെ എണീറ്റുപോയി എമിലി. 3-4 പേരിറങ്ങി. ഒടുവിൽ എമിലിയും. വീണ്ടും വീണ്ടും മുമ്പോട്ടാണ്. എത്ര ദൂരം താണ്ടണം വണ്ടിക്ക്? ഇനിയും ഹെയർപിൻ കർവുകൾ താണ്ടി ഇനിയും മുകളിലേക്ക്, മലയുടെ ഉച്ചിയിലേക്ക് പോകണം. ഒരു ദിവസം മലയുടെ ഉച്ചിയിലെത്താൻ. അവിടെ കയറി നിന്നാൽ ലോകമായ ലോകമെല്ലാം കാണുവാൻ കഴിയുമോ എന്ന് നോക്കണം. പക്ഷേ ഇന്ന് പറ്റില്ല. 10:30 റിപ്പോർട്ട് ചെയ്യണം ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ. അവർ വാച്ച് നോക്കി. 10 കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഓഫീസ്? അവൾ കണ്ടു. കൂറ്റൻ ഗേറ്റ്. ഗേറ്റിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കമ്പിവേലികൾ. ഗേറ്റിന് മുകളിൽ ബോർഡ്. വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരങ്ങൾ ഹിൽ വാലി എസ്റ്റേറ്റ്. അപ്പുറത്തൊരു ചെറിയ ബോർഡ്. ഹിൽ വാലി എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. എമിലി ആ ബോർഡിലേക്ക് തന്നെ നോക്കി. സ്വാഗതം. തന്നെ ആ ബോർഡ് തിരിച്ചറിഞ്ഞുവോ? ഈ അക്ഷരങ്ങളെ എമിലിയെ തിരിച്ചറിഞ്ഞുവോ? അതോ 23 വർഷം മുമ്പ് ദാരുണമായി കൊല ചെയ്യപ്പെട്ട പപ്പിയുടെ ആത്മാവ് ആ ബോർഡിന് പിന്നിലുണ്ടോ? മോളെ വരൂ, നിനക്ക് സ്വാഗതം. ചെവികളെ തൊട്ടു തലോടുന്ന കുഞ്ഞിളം കാറ്റ് അങ്ങനെ അവളോട് പറഞ്ഞുവോ? ഇവിടെ ഗേറ്റിനടുത്തും അകലെയുമായി കുറേ വീടുകൾ കാണാനുണ്ട്. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുടേതാകാം വീടുകൾ. മുറുക്കാൻ കട മുതൽ ചാരായ ഷാപ്പ് വരെ ഉണ്ടെന്നും ഒറ്റനോട്ടത്തിൽ അവൾ അറിഞ്ഞു. കൂടെ ഇറങ്ങിയവർ അങ്ങിങ്ങു ചിതറി നടന്നു കഴിഞ്ഞു. എമിലി ഒറ്റയ്ക്ക് നിന്നു. കടകളിൽ നിന്നും പല തലകൾ എത്തിനോക്കി. എല്ലാ കണ്ണുകളിലും ആകാംക്ഷ തിങ്ങി. സുന്ദരിയായ ഒരു പെണ്ണ് എസ്റ്റേറ്റിന് മുമ്പിൽ വന്നിറങ്ങി. പരുങ്ങലോടെ നിൽക്കുക. എമിലി വീണ്ടും ആ ബോർഡിലേക്ക് കണ്ണോടിച്ചു. അജ്ഞാതമായ 2 കരങ്ങൾ തന്നെ ആശ്ലേഷിക്കുന്നുവോ? മെല്ലെ ഗേറ്റിലേക്ക് നടന്നു. ആദ്യമായി പ്രതീക്ഷയില്ലാതെ, പ്രാർത്ഥിക്കാതെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. ഒരു കാഴ്ചക്കാരിയുടെ മനസ്സോടെ.
അതെ, കാഴ്ചക്കാരിയാണ്. കാണാൻ വന്നതാണ് എല്ലാവരെയും. സാധിക്കുമോ? പഠിച്ചത് ദയവ്, ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയത് ദയവ്, ഇനിയും പപ്പയെ ബുദ്ധിമുട്ടിക്കാമോ? ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ. മോളെ, നമുക്കായി സ്വന്തം ജീവിതം ഹോമിച്ച മനുഷ്യനാണ്. ആ ഓർമ്മ നിനക്കെന്നും ഉണ്ടായിരിക്കണം. മമ്മിയുടെ വാക്കുകൾ. ശരിയാണ്, തനിക്കും മമ്മിക്കുമായി ജീവിതം ഹോമിച്ചു. ഇന്ന് താനും മമ്മിയുമല്ലാതെ മറ്റാരും പപ്പയ്ക്കില്ല താനും. കടമുണ്ട്, കടപ്പാടുണ്ട്, എങ്ങനെ തീർക്കും? തെരുവിൽ തെണ്ടാൻ വിധിക്കപ്പെട്ട ഒരമ്മയ്ക്കും മകൾക്കും ജീവിതം നൽകി. നന്ദി കാണിക്കണം, കാണിച്ചേ മതിയാവൂ. ഒരു ജോലി കിട്ടിയാൽ ഇനി കടയിൽ പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരുത്താമായിരുന്നു. പക്ഷേ ജോലി എവിടെ? മുമ്പോട്ട് പോകുന്തോറും എമിലി അറിഞ്ഞു, ദൂരം ഏറെയുണ്ട്, അറ്റവും അറുതിയുമില്ല. എവിടെയാണ് ഓഫീസ്? തേയിലയാണ് ചുറ്റും. നിവർത്തി നിരത്തിവെച്ച 10,000-കണക്കിന് പച്ചക്കുലകൾ പോലെ തേയിലച്ചെടികൾ. അവയ്ക്ക് നടുവിലൂടെയാണ് ചെമ്മണ്ണ് നിറഞ്ഞ റോഡ്. ഒന്നവളറിഞ്ഞു. ഭയം തോന്നുന്നില്ല, അപരിചിതത്വം തോന്നുന്നില്ല. താൻ ഇവിടെ എവിടെയൊക്കെയോ മുമ്പുണ്ടായിരുന്ന പോലെ, ഇവിടെയൊക്കെ ഓടിക്കളിച്ചിരുന്നത് പോലെ. ഒരോർമ്മ പുതുക്കൽ പോലെ. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ എമിലി കണ്ടു, അകലെ അകലെ നിവർത്തി നിരത്തിയ പച്ചക്കുടകൾക്കിടയിൽ വലിയ കുടകൾ. കുടകൾക്കപ്പുറത്ത് മനുഷ്യത്തലകൾ. ഇടയ്ക്ക് പിന്നിലേക്ക് നീളുന്ന കരങ്ങൾ, കൊളുന്തു നുള്ളുന്നവർ. കൗതുകത്തോടെ ആ കാഴ്ച കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്നവൾ ഞെട്ടിത്തിരിച്ചു. ഒരു മാരുതി ജിപ്സി അവൾക്കരികിൽ നിന്നിരിക്കുന്നു. അതിനുള്ളിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തല നീട്ടുന്നു. ഹേ, എവിടേക്കാ? അപരിചിതൻ, ആദ്യം കാണുന്ന ചെറുപ്പക്കാരൻ. പക്ഷേ ചിരപരിചിതനെ പോലെയാണ് ചോദ്യം. എമിലി ഒന്നും മടിച്ചു. എസ്റ്റേറ്റ് ഓഫീസിലേക്കാണോ? പറഞ്ഞോളൂ. വീണ്ടും ചോദ്യം. അതെ, അവൾ മെല്ലെ പറഞ്ഞു. ഇൻ്റർവ്യൂവിനാണല്ലേ? അതെ. ആർ യു എമിലി ജോൺസൺ? യെസ്. കയറിക്കോളൂ. സീറ്റ് ചൂണ്ടിക്കാട്ടി ചെറുപ്പക്കാരൻ പറഞ്ഞു. എമിലി കയറാൻ കൂട്ടാക്കിയില്ല. അറിയാത്ത ചുറ്റുപാടിൽ ആദ്യം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വണ്ടിയിൽ കയറാനോ? മിസ് എമിലി, മടിക്കണ്ട, ഞാൻ മാനേജറാണ്. ഓഫീസിലേക്ക് പോകുകയാണ്. സമയം 10:15 10:30-ക്കല്ലേ ഇൻ്റർവ്യൂ? ഇയാൾ എത്ര ആയത്തിൽ നടന്നാലും 10:30 ഓഫീസിലെത്തില്ല. അത്രയേറെ നടക്കാനുണ്ട്. MD ആൾ സ്ട്രിക്റ്റാണ്. കൃത്യനിഷ്ഠ കർശനമായ ഒരാളാണ്. അങ്ങനെയൊരു ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് ഇയാൾക്ക് ജോലി കിട്ടാതിരിക്കണ്ട എന്നു കരുതി പറഞ്ഞു എന്നേയുള്ളൂ. ചിരിക്കുകയാണ് ആള്. കണ്ണുകളിൽ പോലും ചിരിയുണ്ട്. ഊർജ്ജസ്വലൻ, സ്മാർട്ട്. എന്തും വരട്ടെ. റോയി ഫെർണാണ്ടസിന് മുമ്പിൽ ലേറ്റായി എന്ന ഡിസ്ക്വാളിഫിക്കേഷൻ വേണ്ട. എമിലി ഡോർ തുറന്നു. വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു. വണ്ടിച്ചക്രങ്ങൾ വീണ്ടും കയറ്റം കയറി. യാത്ര ചെയ്യുമ്പോൾ അവൾ അറിഞ്ഞു, ആൾ പറഞ്ഞത് ശരി തന്നെ. ദൂരം കുറേയുണ്ട്, കയറ്റവും ഇറക്കവുമൊക്കെയായിട്ട്. നന്ദി കൊണ്ട് ഹൃദയം നിറഞ്ഞു. ഇദ്ദേഹത്തെ കണ്ടത് എത്ര ഭാഗ്യം. മിസ് എമിലി എപ്പോൾ യാത്ര തിരിച്ചു? 4 മുമ്പുള്ള ഫാസ്റ്റിൽ കയറി. ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ, അവൾ രാഘവത്തോടെ പറഞ്ഞു. കൂട്ടുവരാൻ ആരുമില്ല എന്നുണ്ടോ? എന്തിനു കൂട്ട്? ഒറ്റയ്ക്ക് വന്നു എന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കുക? ഇത്തിരി ധൈര്യം വേണം. എവിടെയും പോവാം. ഇത്തിരി സൂക്ഷിക്കണം, അത്രയുള്ളൂ. എമിലി ധൈര്യപൂർവ്വം പറഞ്ഞു. ഇയാൾ ആൾ സ്മാർട്ടാണല്ലോ. മാനേജർ ഉറക്കെ ചിരിച്ചു. സാറും ഉണ്ടാകുമല്ലോ ഇൻ്റർവ്യൂ ബോർഡിൽ. തെല്ല് മടിച്ചുവെങ്കിലും ധൈര്യം സംഭരിച്ചവൾ ചോദിച്ചു. ഷുവർ, എന്താ സംശയം? വെറുതെ ചോദിച്ചു എന്ന് മാത്രം. തെല്ലിട നിശബ്ദമായിട്ട് എമിലി വീണ്ടും ചോദിച്ചു, വല്ലാത്ത പരങ്ങലോടെ. സാർ എങ്ങനെയാ മാനേജറായത്? എങ്ങനെ ഈ ജോലി കിട്ടിയെന്ന്? ഐ മീൻ, എനി റെക്കമെൻഡേഷൻ, ഡൊണേഷൻ? മാനേജർ ചിരിച്ചു. ചിരിയോടെ അവളെ നോക്കി. പിന്നെ പറഞ്ഞു, പപ്പയുമായി ബന്ധമുണ്ട്, അങ്ങനെ കിട്ടിയതാണ്. എമിലി നിശബ്ദയായിരുന്നു. പിന്നെ ചോദിച്ചു, സത്യത്തിൽ ഈ വേക്കൻസി ഉള്ളതാണോ സർ? ആളെ എടുത്തിട്ട് പരസ്യം ചെയ്യും. ബോധ്യപ്പെട്ടാൽ വേണ്ടി ഇൻ്റർവ്യൂ. ഒക്കെ പ്രഹസനം, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഹിൽ വാലിയുടെ MDക്ക് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? അവളുടെ സ്വരം പെട്ടെന്ന് ഗൗരവത്തിലായി. ആ കണ്ണുകളിലും വല്ലാത്തൊരു ഗൗരവം തങ്ങി. എമിലി പരുങ്ങലിലായി. ഇത്തിരി സഹകരണം കാട്ടിയപ്പോൾ താൻ വല്ലാതെ ആക്രമിച്ചു കയറി. ഒരു പക്ഷേ ഈ അന്തരീക്ഷത്തോടും ഈ മണ്ണിനോടും തോന്നിയ വൈകാരിക അടുപ്പം ഇവിടുത്തെ ഒരു ശമ്പളക്കാരനോടും തോന്നിയിരിക്കാം.
മടിക്കാതെ അവൾ പറഞ്ഞു. ഐ ആം സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗൗരവം വിട്ടിട്ടില്ല. പല കമ്പനികളിലും നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സർ. MSc വരെ പോയി, എത്രയോ ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തു, ഒക്കെ നിഷ്ഫലം. ദീർഘനിശ്വാസത്തോടെ അവൾ പറഞ്ഞു. ജീവിക്കാൻ ബുദ്ധിമുട്ട്, ദിവസം കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം. പപ്പയ്ക്കൊരു ചെറിയ പണിയുണ്ട്, കിട്ടുന്നത് മുക്കാലും ഷാപ്പിൽ. മമ്മി രോഗിയും. ഒരു പണി കിട്ടിയാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുക. പക്ഷേ കിട്ടാറില്ല, ആരും തരാറില്ല. എന്തിന് കമ്പനി മുതലാളിമാരെയും MDമാരെയും പഴിക്കുന്നു? ഇവിടുത്തെ സർക്കാരാണ് ആദ്യം കൈമലർത്തുന്നത്. പിന്നെങ്ങനെ മറ്റുള്ളവരോട് പരാതി പറയും? മാനേജർ സാറിൻ്റെ മുഖത്ത് ചിരി പടർന്നിരുന്നു. ഞാനൊന്ന് ശക്തമായി റെക്കമെൻഡ് ചെയ്യാം MDയോട്. എന്താ? എമിലി മുഖമുയർത്തി. പണി കിട്ടിയാൽ അത് ഓർമ്മയുണ്ടാകണം, നന്ദി കാട്ടണം. എന്താ? നന്ദി എങ്ങനെ? എമിലി അടുത്ത് ചോദിച്ചു. പറയാം, ഇപ്പോൾ ഇറങ്ങൂ. വണ്ടി നിന്നിരിക്കുന്നു ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ. ഓഫീസ്, ഹിൽ വാലി എസ്റ്റേറ്റ്. കെട്ടിടത്തിന് മുമ്പിൽ ബോർഡ്. അങ്ങോട്ട് കയറിക്കോളൂ. കോറിഡോറിനപ്പുറത്ത് ഹാളുണ്ട്, അവിടെ ഇരിക്കാം. ഇൻ്റർവ്യൂവിന് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പം ഇരുന്നോളൂ. പേര് വിളിക്കുമ്പോൾ അകത്തേക്ക് വന്നാൽ മതി. വീണ്ടും ചിരി. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. ശരിയോടെ തന്നെ അദ്ദേഹം അകത്തേക്ക് പോയി. എത്ര നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടെത്തിയത് എത്ര നന്നായി. ഹൈറേഞ്ചിലൊക്കെയും പരിഷ്കാരം വല്ലാണ്ടുയർന്നിരിക്കുന്നു. ടൗണിൽ കാണുന്ന തരം പരിഷ്കൃത വേഷമാണ് അദ്ദേഹത്തിനും. അകത്ത് ഇൻ്റർവ്യൂവിന് ആളുകൾ എത്തിയിരിക്കുന്നു. ഇവരൊക്കെ വെളുപ്പിനെ എത്തിയോ? ഓ ജീസസ്. വണ്ടിയുമായി ആ സമയത്ത് ദൈവദൂതനെ പോലെ അദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ. എമിലി ഉൾപ്പെടെ 10 പേരുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരും ഉൾപ്പെടെ 4 സ്ത്രീകളും 6 പുരുഷന്മാരും. ഇത്ര കുറച്ചോ? പരിചയപ്പെട്ടു, അതോടെ ഒന്ന് തീർച്ചയായി. എക്സ്പീരിയൻസ് ഉള്ളവർ, ഏതെങ്കിലും തരത്തിൽ ഹിൽ വാലിയുമായി പരിചയമോ ബന്ധമോ ഉള്ളവർ. ഇത് രണ്ടുമില്ല തനിക്ക്. അവസാനം എത്തിയതുകൊണ്ടാവാം അവസാനത്തെ പേരായിരുന്നു എമിലിയുടേത്. അകത്തേക്ക് ചെല്ലുമ്പോൾ ഒട്ടും ഭയം തോന്നിയില്ല. ആ മുറിയിൽ ഒരേ ഒരാൾ മാത്രം, അദ്ദേഹം, മാനേജർ തന്നെ. പക്ഷേ എമിലി സംശയിച്ചു. MDയുടെ റൂം, MDയുടെ കസേര, അപ്പോൾ ഈ മനുഷ്യൻ? യെസ്, ഐ ആം റോയി ഫെർണാണ്ടസ്, മാനേജിംഗ് ഡയറക്ടർ. ആ ചിരി. എമിലി നെഞ്ചിടപ്പോടെ പറഞ്ഞു. ഈ മനുഷ്യൻ? ഇയാൾ തൻ്റെ സഹോദരനാണ്, തൻ്റെ പപ്പയ്ക്ക് പിറന്നവൻ. അധ്യായം 6. മിസ്റ്റർ റോയി ഫെർണാണ്ടസ്, ഞാൻ നിങ്ങളെ തേടിയാണ് വന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മമ്മിയെയും. ആ മഹതിയെയാണ് ആദ്യം കാണേണ്ടിയിരുന്നത്. കഴുത്തിൽ ചാർത്തിയ മിന്ന് അറുത്തെറിഞ്ഞവളല്ലേ? കോടികൾ കയ്യിലിരിക്കെ അതിൽ നിന്ന് ഇത്തിരി എടുക്കാൻ കൈനീട്ടിയ ഉടമസ്ഥൻ്റെ കഴുത്തിൽ കത്തി താഴ്ത്തിയവളല്ലേ? എന്നെയും നിങ്ങളെയും ചതിച്ചു. കുട്ടിയായിരുന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ ഞാനറിയുന്നു. ചതിയുടെ കഥ ഞാനറിയുന്നു. ആ കഥയിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭം. ഒറ്റയ്ക്ക്. സ്വീകരിക്കാൻ ഗേറ്റിൽ തന്നെ നിങ്ങളെത്തി. വിധി വൈപരീത്യം. എൻ്റെ പപ്പ തന്നെയാണ് നിങ്ങളെ അവിടെ ആ സമയത്ത് എത്തിച്ചത്. യെസ്, എൻ്റെ പപ്പയുടെ ആത്മാവ് ഇവിടെയൊക്കെ ഇത്രയും നാൾ അലിയുകയായിരുന്നു, എന്നെ ഒരു നോക്ക് കാണാൻ. ഷുവർ, അതാണ് നിങ്ങൾ ആ സമയത്ത് എത്തിയത്, എന്നെ ഇവിടെ കൃത്യസമയത്ത് കൊണ്ടുവന്നത്. വെൽഡൺ. ജോലി നിങ്ങൾ എനിക്ക് തന്നാലും ഇല്ലെങ്കിലും എനിക്ക് ഖേദമില്ല മിസ്റ്റർ റോയ് ഫെർണാണ്ടസ്. നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയല്ലേ? ഇവിടെ നിന്ന്. എന്താ മിസ് എമിലി ഒന്നും മിണ്ടാത്തത്? റോയിയുടെ ചോദ്യം. എമിലി ഒന്നുണർന്നു. ഞാൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. എമിലി ഇരുന്നു. ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. എക്സിക്യൂട്ടീവ് റൂം. ടൗണിലുള്ള എല്ലാ സൗകര്യങ്ങളും അലങ്കാരങ്ങളുമുണ്ട്. AC വരെ. ധാരാളത്വത്തിന് ഉദാഹരണം. കോടികളല്ലേ കൈമുതൽ, പിന്നെന്താ? പകുതിക്ക് കൈവശമുള്ള ആൾ പട്ടിണി കിടക്കുന്നു. ഒരു ജോലിക്കായി കൈനീട്ടി യാചിക്കുന്നു. വിശപ്പൊഴിവാക്കാൻ. ഞാനാണ് MD എന്ന് കണ്ടപ്പോൾ മിസ് എമിലിക്ക് എന്തു തോന്നി? പുഞ്ചിരി വിടാതെയാണ് ചോദ്യം. കൂടുതൽ നന്ദി തോന്നി. എന്തിന്? ഇത്രയും ഉയരെയുള്ള ആൾ എന്നെപ്പോലൊരു പാവപ്പെട്ട പെണ്ണിൻ്റെ സമയത്തിന് വില കൽപ്പിച്ചു. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതിന്. വിശാല ഹൃദയനായ ഒരാൾക്ക് അതിന് കഴിയൂ. ഒരിക്കൽ കൂടി നന്ദി സർ. അവൾ കൈകൂപ്പി. റോയ് ഒന്നുകൂടി പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ 2 വേക്കൻസികളുണ്ട്. ഒന്ന് PAയുടെ, മറ്റൊന്ന് ടൈപ്പിസ്റ്റ് കം സ്റ്റെനോ. പിന്നെ അവളുടെ മുഖത്തേക്ക് ഒന്ന് തറച്ചു നോക്കി തെല്ല് ഗൗരവത്തോടെ പറഞ്ഞു,
നിലവിൽ ഫിൽ ചെയ്തിട്ടില്ലാത്ത വേക്കൻസികൾ തന്നെ. എമിലി വിളറിയില്ല, ഒന്ന് മന്ദഹസിച്ചു. പിന്നെ അവൾ നീക്കിവെച്ച സർട്ടിഫിക്കറ്റുകളും മറ്റും മറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതില്ലാന്നുണ്ടോ? സർ, എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നില്ലല്ലോ പരസ്യത്തിൽ. ചോദിച്ചിരുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമായിരുന്നോ? എമിലി മിണ്ടിയില്ല. മുൻപരിചയമില്ലാതെ ഈ ജോലി എങ്ങനെ ചെയ്യും? എമിലി മൗനം. ആകട്ടെ, ഈ ജോലി കിട്ടിയാൽ എമിലി എത്ര രൂപയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഒരുപാട് പ്രതീക്ഷയുള്ള കൂട്ടത്തിലാണ് സർ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ടായില്ലല്ലോ. സർ എന്താണ് ഇതുവരെയുള്ളവർക്ക് കൊടുത്തിരുന്നത്? അതിലപ്പുറം ചോദിക്കാൻ വയ്യല്ലോ. റോയിയുടെ മുഖത്ത് വീണ്ടും ചിരി പരന്നു. ഇവിടെയുള്ള മുക്കാലും ജോലിക്കാർ ഇവിടെയൊക്കെയുള്ളവർ തന്നെ. ദൂരെ നിന്ന് വരുന്നവരൊക്കെ പുരുഷന്മാരാണ്. ജോലി തന്നാൽ എമിലി എങ്ങനെ കൈകാര്യം ചെയ്യും? താമസ സൗകര്യത്തിൻ്റെ പ്രശ്നം? എനിക്കതറിയില്ല സർ. അവളുടെ ശബ്ദം നേർത്തിരുന്നു. ഇവിടെയെങ്ങും ഹോസ്റ്റൽ പോലുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല. ടൗണിനെ പോലെ. ചിരിയോടെ റോയി തുടർന്നു. ഈ എസ്റ്റേറ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു കുടില് കെട്ടി ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായി വരും. സമ്മതമാണോ? അതൊരു കാര്യമായ സംസാരമല്ല. സൊള്ളലാണെന്ന് അവൾ അറിഞ്ഞു. മിസ്റ്റർ റോയി, ഇതൊന്നും എമിലിയോട് വേണ്ട. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. എമിലി മുഖം തിരിച്ചു. മുറിയിൽ കമ്പ്യൂട്ടർ പ്രിൻറ്റും ടൈപ്പ് റൈറ്ററും ഉണ്ടായിരുന്നു. റോയി എമിലിക്ക് റൈറ്റിംഗ് പാഡ് നൽകി. എഴുതാൻ പറഞ്ഞു. റോയി മാക്സിമം സ്പീഡിൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എമിലി ഷോർട്ട് ഹാൻഡിൽ എഴുതി. പിന്നെ ടൈപ്പ് റൈറ്റിലും കമ്പ്യൂട്ടർ പ്രിൻറ്റിലും ലെറ്റർ തയ്യാറാക്കിയെടുത്തു. റോയി അത് രണ്ടും വാങ്ങി നോക്കി. എമിലി പൊയ്ക്കോളൂ. സർ. എമിലി എണീറ്റു. റോയി നോക്കി. ജോലി? ഞാൻ എമിലിക്ക് വേണ്ടി ശക്തമായി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ? റോയി ചിരിച്ചു. ലാഘവത്തോടെ അവളും. ഞാൻ കരുതി ഇൻ്റർവ്യൂ ബോർഡിൽ വളരെ പേരുണ്ടാവുമെന്ന്. വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. ഇത്തിരി ഭയം ഉള്ളിലുള്ളത് നല്ലതാണ്. അപ്പോഴേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാകുമ്പോൾ സർപ്രൈസ് ഉണ്ടാകൂ. ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നതിനെക്കുറിച്ച് എമിലി മനഃപൂർവ്വം ചോദിച്ചതാണ്. ഇര കോർത്ത് ചൂണ്ടലിടും പോലെ. പക്ഷേ ഇര വിഴുങ്ങിയില്ല. അറിയാനുള്ളവ കിട്ടിയുമില്ല. എമിലി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. അവൾക്ക് നിരാശയുണ്ടായി. കണ്ടതൊരാളെ മാത്രം. അറിഞ്ഞതോ? ഒന്നും അറിഞ്ഞില്ല. ഓഫീസ് മാത്രം കണ്ടു. വീട് കാണണം. പപ്പ ജനിച്ചു മരിച്ച വീട്. പപ്പ വളർന്ന പരിസരമാണിത്. ഇവിടെ മുഴുവൻ ഒന്ന് ചുറ്റിയടിക്കണം. പപ്പ പ്രാർത്ഥിച്ചിരുന്ന പള്ളിയിൽ പോകണം. സെമിത്തേരിയിൽ ചെന്ന് പപ്പായുടെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നൊരു നിമിഷം പ്രാർത്ഥിക്കണം. അത്രയേ വേണ്ടൂ. കഴിഞ്ഞാൽ മാത്രം ആ സ്ത്രീയെ ഒന്ന് കാണണം, വിന്നി ഫെർണാണ്ടസിനെ. പിന്നെ റോയിയെ കൂടാതെ തനിക്ക് വേറെ സഹോദരങ്ങളുണ്ടോ എന്നും അറിയണം. എന്നിട്ട് തിരിച്ചു പോകുക, എന്നേക്കുമായി. ഈ സ്ഥലത്തെക്കുറിച്ച് പിന്നീട് ഓർമ്മ മാത്രം മതി. ഓർമ്മ മാത്രം. അവകാശവും വേണ്ട, പകുതി സ്വത്തും വേണ്ട. അല്ലെങ്കിലും തനിക്ക് എന്തവകാശം ഇവിടെ? അവകാശം സ്ഥാപിക്കാൻ എന്തു തെളിവുണ്ട് തൻ്റെ പക്കൽ? ഒന്നുമില്ല, ഒന്നും. വല്ലാത്ത ഇച്ഛാഭംഗമായിരുന്നു ഉള്ളു നിറയെ. വാനിറ്റി ബാഗ് ഇടതു തോളിൽ തൂക്കി നടക്കുന്നതിനിടയിൽ അവൾ ഓർത്തു, ഇനി എപ്പോഴാണ് ബസ് ഉണ്ടാകുക? ചോദിക്കാമായിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. മമ്മി വല്ലാതെ ഭയന്നിരിക്കുകയാകണം. തന്നെ കൊല്ലാൻ അന്വേഷിച്ച് നടക്കുന്നവർക്കിടയിലേക്കാണ് ഒറ്റയ്ക്ക് പോന്നിരിക്കുന്നത്. മമ്മി ഭയക്കാതിരിക്കുമോ? കുറേ നടന്നു. നല്ല വെയിൽ. വെയിലിൻ്റെ ചൂട് പക്ഷേ അറിയാനില്ല. കുളിർമയുള്ള കാറ്റാണെങ്ങും. എന്തോ ഒരു കെട്ടു തലയിൽ ചുമന്നിട്ടെതിരെ ഒരാൾ വരുന്നത് കണ്ടപ്പോൾ ആശ്വസിച്ചു. മെല്ലെ അടുത്തു ചെന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇനി നാട്ടിലേക്കുള്ള ബസ് എപ്പോഴാ വരിക? എമിലി ചോദിച്ചു. 12:30 ചിരിയോടെ അയാൾ പറഞ്ഞു. മധ്യവയസ്കൻ, തമിഴ് ചുവയുള്ള സംസാരം. എമിലി കണക്കുകൂട്ടി. 12:30, ഇപ്പോൾ 11. സമയമുണ്ട് 1.5 മണിക്കൂർ. ഇവിടെ പള്ളി എവിടെയാണ്? പള്ളി? അയാൾ വലതുവശത്തേക്ക് കൈ ചൂണ്ടി. അന്തഭാഗത്ത്, എസ്റ്റേറ്റ് ഇറുക്ക് വെളിയിലെ. ഇവിടത്തെ മുതലാളിയുടെ വീടെവിടാ? അടുത്താണോ? അതെതുക്കുമാ? 2-3 മൈൽ വരും. അന്ത ചെരുവിലെ. അമ്മാവെ പാക്കറതുക്കാ ഇന്ത ചെരുവ് ചുറ്റി നടക്കണം. അവൾ തലയാട്ടി വെറുതെ. അമ്മ ഇന്ത ഊருக்கு പുതുശാ? അവൾ വീണ്ടും തലയാട്ടി. പിന്നെ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് വന്നതാണ്, ഒരു ജോലി കിട്ടുമെന്ന് ആശിച്ച്. അവൾ പതിയെ പറഞ്ഞു. വീട്ടിൽ ചെന്ന് MDയുടെ പപ്പയെയോ മമ്മിയെയോ കണ്ട് സങ്കടം പറയാമെന്ന് കരുതി. MDക്ക് അപ്പ ഇല്ലേ? ചത്തുപോച്ച്. അമ്മാവോട് പറഞ്ഞാലും ഗുണമില്ലേ? എല്ലാമേ മുതലാളി താൻ തീരുമാനിക്കും.
ഈ മുതലാളി ഒരാളെയുള്ളൂ മകനായിട്ട്? മറ്റു മക്കൾ ആരുമില്ലേ? ഇല്ലമ്മ. അപ്പോൾ ഞാൻ ചെന്ന് മുതലാളിയുടെ അമ്മയോട് കരഞ്ഞു പറഞ്ഞാൽ പ്രയോജനമില്ലെന്നാണോ? മുതലാളി ഇൻ ദ എസ്റ്റേറ്റുടെ ചുമതല ഏറ്റതുക്കു പിന്നാലെ എല്ലാമേ മുതലാളി താൻ ചെയ്യരുത്. അമ്മ എല്ലാം വിട്ടൊഴിഞ്ഞ് ചുമ്മാതെ ഇരിക്കുകയാണിപ്പോ. അമ്മ ചെല്ല്, പറഞ്ഞു നോക്ക്. ரொம்ப നല്ല അമ്മ. എമിലി അയാൾക്ക് നന്ദി പറഞ്ഞു മുമ്പോട്ട് നടക്കുമ്പോൾ ഓർത്തു. ആ സ്ത്രീയുടെ മുമ്പിൽ ചെല്ലുക, ജോലിക്കായി യാചിക്കുക. ആര്? അവകാശപ്പെട്ട താൻ, അവകാശം തെളിയിക്കാനില്ലാത്ത താൻ. നടന്നു അയാൾ ചൂണ്ടിക്കാട്ടിയ ദിശയിലേക്ക്, പള്ളിയിലേക്ക്. അവിടെയുമുണ്ടൊരു ഗേറ്റ്. പള്ളിയിലേക്കുള്ള വഴിയാകും. ചെറിയ പള്ളി. സമയം ഇതായതുകൊണ്ടാകാം അടച്ചിട്ടിരിക്കുന്നു. എമിലി പള്ളിയുടെ മുറ്റത്തുനിന്ന് പ്രാർത്ഥിച്ചു, കുരിശു വരച്ചു. ചെറിയ പള്ളിയാണെങ്കിലും പള്ളിക്കപ്പുറത്ത് പള്ളിമേടയുണ്ട്. അവിടെ അച്ഛനുണ്ടാകും. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എമിലി വെറുതെ പള്ളിക്ക് വലം വച്ചു. ഉദ്ദേശിച്ചത് കണ്ടെത്തി. പള്ളിക്ക് പിന്നിലാണ് സെമിത്തേരി. ഏതാണ്ട് എസ്റ്റേറ്റ് അതിർത്തിയോട് ചേർന്ന് തന്നെ. എസ്റ്റേറ്റിൻ്റെ വകയായിരുന്നിരിക്കണം സ്ഥലം. കമ്പിവേലിയാണ് ചുറ്റും. കമ്പി കെട്ടി വിരിഞ്ഞിട്ടാണ് ഗേറ്റും. ഭാഗ്യം, പൂട്ടില്ല. തെല്ല് തുറന്നാണ് കിടക്കുന്നതും. മെല്ലെ അകത്തു കയറി. ആരെങ്കിലും കാണുന്നുണ്ടോ? ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഹൃദയം വല്ലാതെ പിടച്ചു. പെരുവിരലിലൂടെ ഒരു തരിപ്പ്. ഭയത്തിൽ നിന്ന് മാത്രമായ ആ തരിപ്പ്. സ്വന്തം പപ്പായുടെ ശവകുടീരത്തിൽ ആദ്യമായി കടന്നു ചെല്ലുമ്പോഴുള്ള ഒരു വികാരം. സങ്കടവും ആനന്ദവും ഇടകലർന്ന വികാരം. ആ വികാരം ദേഹമാകെ പടർത്തിയ തരിപ്പ്. മെല്ലെ ഓരോ കല്ലറയ്ക്ക് മുമ്പിലൂടെ നടന്നു. ഇടയ്ക്കിടെ മുഖമുയർത്തി നോക്കി. ആരെങ്കിലും കണ്ടാൽ? ഇൻ്റർവ്യൂവിന് വന്നവൾ പള്ളി സെമിത്തേരിയിലെത്തി ശവക്കല്ലറകൾ പരിശോധിക്കുന്നു. കാരണം ചോദിച്ചാൽ സത്യം പറയാനാകുമോ? ശവം തീനി കഴുകന്മാരാണ് ചുറ്റും. മമ്മി പറഞ്ഞതുപോലെ തല്ലിക്കൊന്ന് കൊക്കയിലിട്ടാലോ? ആരുമറിയില്ല. ഇവിടെ വന്നിട്ടേയില്ലെന്ന് റോയി ഫെർണാണ്ടസിന് പറയാം. അല്ലെങ്കിൽ വന്നിട്ട് പോയി എന്നും. തീർന്നു. അന്വേഷണം വഴിമുട്ടും. എമിലിയുടെ കണ്ണുകൾ ഒരു മാർബിൾ കല്ലറയിൽ തറഞ്ഞു നിന്നു. ഫെർണാണ്ടസ്, ഹിൽ വാലി എസ്റ്റേറ്റ്. ജനനം 12/3/1936. മരണം 26/11/1968. മമ്മി പറഞ്ഞത് എത്ര കറക്റ്റാണ്. തൻ്റെ 2ാം വയസ്സിലാണ് പപ്പിയുടെ മരണം. എമിലി ആ മാർബിൾ കുടീരത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. തല കുമ്പിട്ടു. കലർമേൽ അധരങ്ങളമർത്തി. എൻ്റെ പപ്പായ്ക്ക് ആദ്യ ചുംബനം. ആദ്യത്തേതല്ല, അവസാനത്തേതും. ഇനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പപ്പായുടെ ആത്മാവിനു വേണ്ടി അവൾ ആദ്യമായി പ്രാർത്ഥിച്ചു. അടുത്ത മാസം നവംബറാണ്. എമിലി മനസ്സിൽ നിശ്ചയിച്ചു. 26-ാം തീയതി അവിടുത്തെ പള്ളിയിൽ പോകണം. പപ്പയ്ക്കായി പ്രാർത്ഥിക്കണം. മുള്ളുകമ്പി വരിഞ്ഞ വേലി കടന്നു പള്ളിയെ വലം വെച്ച് വരുമ്പോൾ പള്ളിമേടയുടെ മുറ്റത്ത് ഫാദർ. നെഞ്ചിൽ പരിഭ്രമം ചേക്കേറി. താൻ സെമിത്തേരിയിൽ കടന്നതും ആ കല്ലറയ്ക്ക് മുമ്പിൽ ചുംബിച്ചതും ഫാദർ കണ്ടോ? സമാധാനം പറയേണ്ടി വരും. തൻ്റെ സാഹസം എല്ലാം നശിപ്പിച്ചു. ഫാദർ അടുത്തേക്ക് വന്നു. വളരെ പ്രായമുള്ള ആൾ. 60-നോടടുത്തുണ്ടാകും. അടുത്തെത്തിയതും സ്തുതി ചൊല്ലി. നീ ഏതാ കൊച്ചേ? ഞാനിവിടെ എസ്റ്റേറ്റ് ഓഫീസിൽ ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഓഹോ, റോയിയുടെ അടുത്തോ? അതെ ഫാദർ. എന്നിട്ടെന്തായി? അറിയിക്കാമെന്നു പറഞ്ഞു. ഇറങ്ങി നടന്നപ്പോൾ വഴിതെറ്റി. അപ്പോൾ ഈ പള്ളി കണ്ടു. ഒന്ന് പ്രാർത്ഥിച്ചു പോകാം എന്ന് കരുതി. നല്ലത്. എന്താ പേര്? എമിലി ജോൺസൺ. ഫാദറും എനിക്കായി പ്രാർത്ഥിക്കണേ. തീർച്ചയായും. വഴി അറിയാമോ എമിലിക്ക്? ഞാനൊപ്പം വരാം, ഫാദർ പറഞ്ഞു. വേണ്ട, ഇടത്തേക്ക് തിരിയണമായിരുന്നു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു. അതാ തെറ്റിപ്പോയത്. എമിലി വീണ്ടും സ്തുതി ചൊല്ലി മെല്ലെ നടന്നു. എസ്റ്റേറ്റിലൂടെ തൻ്റെ ബസ് സ്റ്റോപ്പിലേക്കുള്ള ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കണ്ടു എതിരെ ഒരു കാർ, ബെൻസ്. അത് വന്ന് പാസ് ചെയ്തു പോകുമ്പോൾ അവൾ പിൻ സീറ്റിലിരിക്കുന്ന ആളെ കണ്ടു. ഒരു നോക്ക്. അതവരാണോ? വിന്നി ഫെർണാണ്ടസ്. ഒരു വിദ്യുത് പ്രവാഹം. എമിലി തിരിഞ്ഞു. വീണ്ടും നോക്കി. അധ്യായം 7. വല്ലാതെ ഭയന്നിരിക്കുകയായിരുന്നു മേരി. ഏറെയും കുറ്റബോധമാണ്. മകളോടൊന്നും പറയേണ്ടിയിരുന്നില്ല. പക്ഷേ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. 23 വർഷമായിട്ട് തിരശ്ശീലയിട്ട് മറച്ച കള്ളത്തനം. ഇനിയെങ്കിലും അവൾ അറിഞ്ഞില്ലെങ്കിൽ. അതോർത്താണ് പറഞ്ഞത്. പക്ഷേ അതോടെ അവൾക്ക് വാശി മുഴുത്തു. ശത്രുനിരയിലേക്കാണ് ചെന്നിരിക്കുന്നത്. ശത്രുക്കളുടെ വായ്ക്കുള്ളിലേക്ക്. തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ള തീർച്ച. എന്നാലും അതൊരാശ്വാസമാകുന്നില്ല. നീറുകയാണ്, പുകയുകയാണ്.
ചുറ്റും കുമിഞ്ഞുകൂടുന്ന ആഴിക്ക് നടുവിൽ അകപ്പെട്ടു പോയതുപോലെ. ഒന്നും ജോൺസൺ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഏറെ നൊമ്പരം. രക്ഷകനാണ് ആ മനുഷ്യൻ. ആ രക്ഷകനെ ഒളിപ്പിച്ചു. ഒരിക്കലും മോൾ അറിയരുതെന്ന് വിലക്കിയിട്ട് ആ വിലക്കിനെ താൻ മറികടന്നു. മാത്രമോ, വിലക്കപ്പെട്ട അതിർത്തി കടത്തി മകളെ താൻ വിട്ടിരിക്കുന്നു. നന്ദികേട്. അതാണ് മേരിയെ ഏറെ വിഷമിപ്പിക്കുന്നതും. എത്രയായാലും മോളോടൊപ്പം പോകേണ്ടതായിരുന്നു. മേരിക്ക് തോന്നി അതായിരുന്നു നല്ലതെന്ന്. ഈ തീ ഒറ്റയ്ക്ക് വിഴുങ്ങേണ്ടതായി വരില്ലായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ താനും മകളോടൊപ്പം തീരുമായിരുന്നല്ലോ. വലിച്ചു നീട്ടുന്ന ജീവിതം അവൾക്കു വേണ്ടി മാത്രമാണ്. അതെന്തേ അപ്പോൾ ഓർത്തില്ല? മരച്ചിലയിൽ നിന്നൂർന്നിറങ്ങുന്ന സൂര്യനെ മേരി കണ്ടു. സന്ധ്യയാവുകയാണ്. മാനത്തിൻ്റെ അതിരിന് തീ പിടിച്ചിരിക്കുന്നു. ക്രമേണ ആ തീ അണയുമ്പോൾ ഇരുട്ട് പരക്കും. അതിനു മുമ്പ് മകൾ എത്തുമോ? മേരി പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി കുരിശു വരച്ചു. മമ്മി. എമിലിയുടെ സ്വരം. മേരി ആർത്തിയോടെ കണ്ണുകൾ തുറന്നു. ആദ്യമായി മകളെ കാണുകയാണെന്ന് തോന്നി. ഓടിച്ചെന്ന് അവളെ പിടിച്ചു നെഞ്ചോടണച്ചു. എന്താ മമ്മി? എമിലി ഒതുങ്ങിക്കൊടുത്തെങ്കിലും അമ്പരപ്പ് വിടാതെ ചോദിച്ചു. ഞാനത്ര ഭയന്നിരിക്കുന്നു എന്നോ? എമിലി ചിരിച്ചു. ഒക്കെ നിസ്സാരം പോലെ. പപ്പായോട് എന്തു പറഞ്ഞു? വല്ലതും ചോദിച്ചോ? ഇൻ്റർവ്യൂവിന് പോവുകയാണ്. കൂട്ടുകാരിയോടൊപ്പമാണ് എന്ന് നീ പറഞ്ഞില്ലേ? അത് വിശ്വസിച്ചു. പിന്നൊന്നും ചോദിച്ചില്ല. പുലർച്ചെ പോകുമ്പോൾ ചോദിച്ചു, സന്ധ്യയ്ക്ക് മുമ്പ് നീ ഇങ്ങ് വരില്ലേ എന്ന്. വരുമെന്ന് ഞാനും പറഞ്ഞു. ആ, ഒന്ന് കുളിക്കണം. വല്ലാണ്ട് വിശക്കുന്നു. എന്തെങ്കിലും വാരി വലിച്ച് തിന്നാൻ തരണം. അത്രയ്ക്കുണ്ട് വിശപ്പ്. കുളിച്ച് പെട്ടെന്ന് വരൂ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, മേരി പറഞ്ഞു. എമിലി ബാഗുമായി അകത്തേക്ക് പോയി. പോകുമ്പോൾ ധരിച്ച വേഷം. ബസ്സിലിരിക്കുമ്പോൾ അരികെ കൊണ്ടുവന്നവരോട് 2-3 തവണ ചായ വാങ്ങി കുടിച്ചു. ഒരു പാക്കറ്റ് സ്നാക്സ് വാങ്ങി കൊറിച്ചു. അതാണ് ആകെ കഴിച്ച ആഹാരം. ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറാൻ മടി തോന്നി. മാത്രമല്ല, ഹിൽവാലിയിൽ തങ്ങിയ നിമിഷങ്ങളുടെ ത്രില്ലായിരുന്നു മനസ്സാകെ. വിശപ്പ് തോന്നിയില്ല. ഇവിടെ ടൗണിലെത്തിയതും ക്ഷീണമായി. വിശപ്പ് പെരുകി. കുളിച്ച് ഡ്രസ്സ് മാറി വന്നപ്പോൾ കുഴച്ച കപ്പയും മീൻകറിയും മേരി വിളമ്പി. കുറച്ച് കഞ്ഞിയും. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാത്തതല്ലേ? എമിലി കഴിച്ചു. മുക്കാലും തീർത്തു. മേരി അരികിൽ തന്നെയുണ്ട്, മകളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട്. അതറിഞ്ഞിട്ടാകാം എമിലി ഒന്ന് നോക്കി. മമ്മിയുടെ മുഖത്തെ ആകാംക്ഷയിൽ മിഴിയൂന്നി അവൾ പറഞ്ഞു. ഞാൻ ആ സ്ത്രീയെ കണ്ടു, വിന്നി ഫെർണാണ്ടസിനെ. ആകാംക്ഷ മുറ്റി നിന്നിരുന്ന മിഴികളിൽ ഭീതി ചേക്കേറി. അവര് നിന്നോടെന്ത് പറഞ്ഞു? ഭീതി കൊണ്ട് വിറപൂണ്ട സ്വരമായിരുന്നു അത്. ഒന്നും പറഞ്ഞില്ല. എന്തേ? അതിന് കഴിഞ്ഞില്ല. എമിലി പുഞ്ചിരിച്ചു. ഞാൻ എസ്റ്റേറ്റ് റോഡിലൂടെ ഗേറ്റിംഗിലേക്ക് നടന്നു. അവർ കാറിൽ എതിരെ വന്നിരുന്നു. കടന്നുപോയി. ഞാൻ മിന്നൽ പോലെ ഒരു നോക്ക് കണ്ടു. ദാറ്റ്സ് ഓൾ. മേരി ദീർഘമായി നിശ്വസിച്ചു. നീ എന്നെ വല്ലാതെ പേടിപ്പിച്ചു. മമ്മി കരുതി ഞാൻ തിരിച്ചു വരില്ലെന്ന് അല്ലേ? എമിലി, ഇപ്പോൾ മനസ്സിലായോ ഒന്നും സംഭവിക്കില്ല എന്ന്? എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. ഇനി അതങ്ങോട്ട് അറിയാനും പോകുന്നില്ല. നിനക്ക് എന്തിനും ധൈര്യമുണ്ട് മോളെ. എനിക്കൊരിക്കലും ഇല്ലാതിരുന്നതും അതാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ധൈര്യവുമാണ് നിനക്ക്. എന്നും വരട്ടെ എന്ന ഭാവം. പക്ഷേ ഒരാണിന് ആ ഭാവം ചേരും, പെണ്ണിന് ചേരില്ല. എമിലി ചിരിച്ചു. നീ പോയത് മുതൽ ഈ സമയം വരെ ഞാനിവിടെ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ഞാൻ കർത്താവിന് മുമ്പിൽ കണ്ണീരോടെ കൈകൂപ്പി. എമിലി ചിരിച്ചു തന്നെ. ഒന്നാമത് ഇത്രയും ദൂരം, അതും ശത്രുപാളയത്തിലേക്ക്. അവിടെ ഞാൻ ശത്രുക്കളെ കണ്ടില്ല മമ്മി. എല്ലാവരും നല്ലവർ. ഹൃദ്യമായ പെരുമാറ്റം, ഹൃദ്യമായി ചിരിക്കുന്നവർ. രാവിലെ ബസ്സിറങ്ങി ഞാൻ ഗേറ്റ് കടക്കുമ്പോഴേ എതിരേൽക്കാൻ എന്ന പോലെ വന്നു. ആരെന്നല്ലേ? റോയി ഫെർണാണ്ടസ്. വണ്ടിയുമായിട്ട്. എൻ്റെ ബ്രദർ റോയി ഫെർണാണ്ടസ്. എമിലിയുടെ കണ്ണുകളിൽ നനവൂറി. മേരി അത് തിരിച്ചറിഞ്ഞു. എന്നിട്ട്? എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല മമ്മി. എനിക്കൊരു ലിഫ്റ്റ് തന്നു ഓഫീസിൽ കൃത്യസമയത്ത് എത്താൻ വേണ്ടി. ആ മനുഷ്യനാണ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ അവളല്ലേ? 3-4 വർഷമായി ചാർജ് മകനെ ഏൽപ്പിച്ചിട്ട്. അവളുടെ അപ്പനും ആങ്ങളെയുമൊക്കെ? അതറിയില്ല. അതൊക്കെ ചോദിക്കാൻ പറ്റുമോ ഇൻ്റർവ്യൂവിന് ചെന്നയാൾ? അവർക്ക് വേറെ കുട്ടികളില്ലേ? ഇല്ല. അവർ വേറെ കല്യാണം കഴിച്ചോ? അതറിയില്ല. കഴിക്കാണ്ടിരിക്കുമോ? ഒരാളെ കൊന്നിട്ട് സ്വത്ത് കൈക്കലാക്കാൻ ധൈര്യമുള്ളവർക്ക് പിന്നെന്തിനാ ധൈര്യമില്ലാതെ വരിക? 1 അല്ല 9 തവണ കെട്ടാം, പരസ്യമായും രഹസ്യമായും. എല്ലാം ഇട്ടുമൂടാനും മറയ്ക്കാനും മാത്രം പണമുണ്ടല്ലോ.
കണ്ടാൽ എന്തൊരു പ്രൗഢിയാണെന്നോ, അതിസുന്ദരിയും. മുടി പൊക്കി കെട്ടിവെച്ച് വില കൂടിയ സാരിയിൽ പൊതിഞ്ഞ്. വണ്ടി കയറ്റം കയറി വരികയായിരുന്നതിനാൽ പതിയെയാണ് വന്നത്. ഞാൻ നല്ലോണം കണ്ടു. റോസാപ്പൂവിൻ്റെ നിറം, ലൈറ്റ് കളറായിരുന്നു സാരിക്ക്. ഒരു നോക്കേ കണ്ടുള്ളൂ, എങ്കിലും മായുന്നില്ല ആ രൂപം. ശരിയാണ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. വിന്നി നിന്നേക്കാൾ മനോഹരിയാണ് എന്ന് മേരി പറഞ്ഞു. ആ സ്ത്രീക്കെങ്ങനെ പപ്പയെ കൊല്ലാൻ കഴിഞ്ഞു? പുറത്തെ മനോഹാരിത അകത്തു കാണില്ല. റോസാ ചെടികളിൽ കൂർത്ത മുള്ളുകളില്ലേ? പൂവിന് എത്ര മൃദുലതയാണ്. റോയി ഫെർണാണ്ടസും ആൾ സുന്ദരനാണ്, സ്മാർട്ട് ടൈപ്പ്. എനിക്ക് അഭിമാനം തോന്നി. മേരി മകളെ സൂക്ഷിച്ചു നോക്കി. പപ്പായെ കൊന്നവരെ കാണാൻ പകയോടെ പോയവൾ തിരിച്ചു വന്നപ്പോഴോ? ആ സ്ത്രീയെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ മകനിൽ അഭിമാനം തോന്നിയെന്ന് എനിക്കൊട്ടും അപരിചിതം തോന്നിയില്ല മമ്മി. ഞാൻ ഇവിടെയൊക്കെ തന്നെ മുമ്പും ഉണ്ടായിരുന്ന പോലെ. ഞാൻ ആ റോഡിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. കുറച്ച് തേയിലക്കൊളുന്തുകൾ നുള്ളി ഞാൻ ബാഗിലിട്ടു. ദേ മമ്മി കണ്ടോ? എമിലി കൊളുന്ത് മേരിക്ക് നേരെ നീട്ടി. മേരി പക്ഷേ അത് വാങ്ങാൻ കൈ നീട്ടിയില്ല. പിന്നെ? എമിലി നിർത്തി. മേരി നോക്കി. ഞാൻ ഒരിടത്തുകൂടി പോയി, എമിലി സാവധാനം പറഞ്ഞു. മേരിയുടെ കണ്ണുകളിൽ ചോദ്യഭാവം. പള്ളിയിൽ, സെമിത്തേരിയിൽ. ഞാൻ ആ കല്ലറ കണ്ടു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ. മേരിക്ക് ശ്വാസം വിലങ്ങിപ്പോയി ഒരു നിമിഷത്തേക്ക്. പിന്നെ മകളെ കടന്നു പിടിച്ച് അത്യന്തം ഭീതിയോടെ ചോദിച്ചു, ആരെങ്കിലും കണ്ടോ? ആര് കാണാൻ? പകൽ സൂര്യൻ ഉച്ചിയിലേക്ക് കുതിക്കുന്ന 11 മണി സമയം. ആര് കാണാൻ? ആര് ശ്രദ്ധിക്കാൻ? നിന്നോട് ആര് പറഞ്ഞു അവിടെയൊക്കെ പോകാൻ? നീ നാശം വരുത്തി വയ്ക്കും തീർച്ച. ഇല്ല മമ്മി, ആരും കണ്ടിട്ടില്ല. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെയല്ല. ഒരു വലിയ കുന്നിൻ്റെ മണ്ടയിലാണ് പള്ളി. അതിൻ്റെ പിന്നിലെ ചെരുവിലാണ് സെമിത്തേരി. ഏതാണ്ട് അവിടെ നിന്നാണ് എസ്റ്റേറ്റ് തുടങ്ങുന്നത്. മുള്ളുകമ്പി വലിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അവിടെങ്ങും ആരുമില്ല. ആരാ വരാൻ? എമിലിക്കൊട്ടും ഭയം തോന്നിയില്ല. മമ്മി ഭയപ്പെടുന്നതിൻ്റെ ആവശ്യവും തോന്നിയില്ല. പക്ഷേ മേരിക്ക് സമാധാനമായില്ല. ഇൻ്റർവ്യൂ എന്ന് പേരും പറഞ്ഞു പോയവൾ പള്ളി തേടി ചെന്നിരിക്കുന്നു. സെമിത്തേരിയിൽ ചെന്ന് കുമ്പിട്ടിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ വേണ്ടപ്പെട്ടവരല്ലാതെ മറ്റാരാണ് കല്ലറയിൽ ചെല്ലുക? ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ഥലത്തെത്തിയവൾ പള്ളി തപ്പിച്ചെന്നെന്ന് ആ കല്ലറ മാത്രം കണ്ടെത്തി കുമ്പിടുമ്പോൾ, എൻ്റെ ഈശോയെ, ആരെങ്കിലും ഒരാൾ കണ്ടാൽ പോരെ? ഒരു വഴിപോക്കൻ കണ്ടാൽ മതിയല്ലോ. അതവരുടെ ചെവിയിലെത്തുകയില്ല എന്നുള്ളതിന് എന്താണുറപ്പ്? മേരിക്ക് തിരിച്ചു കിട്ടിയ സമാധാനം കൈമോശം വന്നു. ആളെ കണ്ടുപിടിക്കാൻ ഇതാ അങ്ങോട്ടെല്ലാ തെളിവുകളും നൽകിയിരിക്കുന്നു. അഡ്രസ്സ് വരെ കയ്യിലുണ്ട്. കർത്താവേ, ഇവിടെ നിന്നിനി എങ്ങോട്ടോടും? എന്തു പറഞ്ഞു പോകും? ജോൺസണോട് എന്തു പറയും? അല്ലെങ്കിലും ആ മനുഷ്യനെ ഒളിച്ചതാണ് ഒന്നാമത്തെ തെറ്റ്. ഇനിയിപ്പോൾ ഇക്കാര്യം എങ്ങനെ പറയും? രാവേറെ ചെന്നപ്പോൾ ജോൺസൺ വന്നു. 55ഓളം വയസ്സ് പ്രായം, തെല്ലുകഷണ്ടി, ആരോഗ്യമുള്ള ശരീരം. വീടിനുള്ളിലേക്ക് കടന്നതും മടിക്കുത്തിൽ നിന്നൊരു പൊതിയെടുത്ത് നിവർത്തി വിളിച്ചു, മോളെ എമിലി. എമിലി മെല്ലെ എത്തി. പൊതി നീട്ടി ജോൺസൺ പറഞ്ഞു, വടയാ നിൻ്റെ മമ്മയ്ക്കും കൊട് 1-2 എമിലി അത് വാങ്ങി വാതിക്കൽ നിൽക്കുന്ന മേരിയെ നോക്കി. ഷർട്ട് അഴിച്ചുകൊണ്ട് ജോൺസൺ ചോദിച്ചു, അങ്ങനെ നീ ഇൻ്റർവ്യൂവിന് പോയിട്ട് കടന്നുകൂടുമോ? ഇതെങ്കിലും കിട്ടുമോ? അറിയിക്കാമെന്ന് പറഞ്ഞു. മോൾക്കെന്താ വല്ലായ്മ? നന്നായി ചാരായം കുടിച്ചിട്ടുണ്ട് ജോൺസൺ. പക്ഷേ എത്ര കുടിച്ചാലും നല്ല ബോധമുണ്ട്. എമിലിയുടെ നിൽപ്പും സംസാരത്തിലെ അയവും അയാൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്തു. ഈ ജോലിയും കിട്ടൂലെന്നാ പേടിയാ. വന്നപ്പോൾ തൊട്ട് വിഷമത്തിലാ പെണ്ണ്. മേരി ഇടയിൽ കടന്നു പറഞ്ഞു. എൻ്റെ മോളെ വിഷമിക്കേണ്ട. ജോൺസൺ അവളുടെ തോളിൽ കൈവച്ചു. ജോലിയും പുല്ലും ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പപ്പാടെ പഴയ നിലയിലായിരുന്നെങ്കിൽ. എന്തു ചെയ്യാം, ഒക്കെ പോയി. എല്ലാം ഇപ്പോൾ അനുഭവിക്കാൻ എൻ്റെ പൊന്നുമോളും. ഓരോരുത്തൻ്റെ വാതിലു തോറും ജോലി തെണ്ടി നടക്കേണ്ട ഗതികേടായി പോയില്ലേ? സഹിച്ചില്ല എമിലിക്ക്. പൊട്ടിക്കരഞ്ഞു. അകത്തേക്ക് ഓടിക്കയറി. മുണ്ടുമാറ്റി മറ്റു നടക്കുമ്പോൾ മേരി ശാസന പോലെ പറഞ്ഞു, നല്ല ആളാ. ജോലിയുടെ കാര്യം പറഞ്ഞവളെ വിഷമിച്ചിരിക്കുമ്പോഴാ പഴയ കാര്യം കൂടി പറയുന്നത്. സങ്കടം വരാണ്ടിരിക്കുമോ? എമിലിയുടെ സങ്കടത്തിൻ്റെ യഥാർത്ഥ കാരണം മറയ്ക്കാൻ വേണ്ടി കൂടിയായിരുന്നു മേരിയുടെ ശാസന. എനിക്ക് പിന്നെ വിഷമമില്ലെന്നാണോ നീ കരുതുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? തലയിലെടുത്ത് വല്ലാത്തതാ. അല്ലെങ്കിലും എമിലി തീരെ ഭാഗ്യം കെട്ടോളാ അല്ലേ? ജോൺസൺ ശബ്ദം താഴ്ത്തി ചോദിച്ചു.
അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ കഴിയേണ്ടതാ രാജകുമാരിയെപ്പോലെ? ഭാഗ്യമില്ലാണ്ടായി. ഒക്കെ നിനക്കറിയാലോ. മേരി മിണ്ടിയില്ല. ശരിയാണ്, മകൾ അനുഭവയോഗമില്ലാത്തവളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നവളുടെ സ്ഥിതി എന്താകുമായിരുന്നു? പൊന്നിലെ പൂ പോലെ കരുതി വളർത്തുമായിരുന്നു. അദ്ദേഹം പോയപ്പോൾ ജോൺസൺ കൈതന്നു. 60 തൊഴിലാളികളുള്ള സ്ഥാപനം തുടങ്ങിയതാണ്. അത് നശിച്ചില്ലേ? ശരിയാണ്, ഭാഗ്യം വേണം, ഭാഗ്യം. പിറ്റേന്ന് ജോൺസൺ കടയിലേക്ക് പോകുമ്പോഴും എമിലി എണീറ്റിരുന്നില്ല. അന്ന് പതിവിന് വിപരീതമായി ജോൺസൺ സന്ധ്യയ്ക്ക് മുമ്പ് വന്നു. കുടിക്കാതെ വന്നതും ഉറക്കെ വിളിച്ചു, എമിലി. മോളെ എന്നല്ല, അത്യന്തം ഗൗരവത്തിൽ എമിലി എന്ന്. ആദ്യം വന്നത് മേരി, പിന്നാലെ എമിലി. ജോൺസൺ അവളുടെ കയ്യിന്മേൽ കടന്നു പിടിച്ചു. സത്യം പറയ്, ഇന്നലെ എവിടെ പോയിരുന്നു? പപ്പാ. എമിലി നടുങ്ങി. എൻ്റെ ഈശോയെ. മേരി നെഞ്ചിൽ കൈവച്ചു. തകർന്നു, എല്ലാം തകർന്നു. എടീ, സത്യം പറയ്, ഇന്നലെ നീ എവിടെ പോയതാ? ഇൻ്റർവ്യൂവിനൊന്നും പറഞ്ഞ്. ആരുടെ കൂടെ പോയി? സത്യം പറയ്, സത്യം മാത്രം, അല്ലെങ്കിൽ കൊല്ലും ഞാൻ. ജോൺസന്റെ കണ്ണുകൾ മിഴിഞ്ഞ് ക്രൂരങ്ങളായി. കൈകൾക്ക് ശക്തി പെരുകി. എമിലി വിറച്ചു. പൂച്ചയുടെ നഖങ്ങളിൽ കോർക്കപ്പെട്ട എലിയെപ്പോലെ. ഇതാണ് അവസാനം. അടുത്ത അധ്യായം നാളെ.